ഹലോ, നീ എവിടെ എത്തി? ഞാൻ ഈ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ കാത്തു നിൽക്കുക. ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട്. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയാണോ കൊടുക്കേണ്ടതല്ലേ? അല്ല, ഇനി ആരെയും വരാനുണ്ടോ? ഇനി നമ്മുടെ ഡോക്ടർ വരാനുണ്ട്. ആശാൻ പിന്നെ പണ്ടേ ലേറ്റ് ആണല്ലോ, വന്നാലും ഫുൾ ടൈം ഫോണിലായിരിക്കും. ആശുപത്രി അവൻ ചോദിച്ചുകൊണ്ട് നടക്കുന്നല്ലോ. അവൻ പണ്ടേ അങ്ങനെയാണല്ലോ, എപ്പോഴും വന്നാൽ ഫോണിൽ തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. രോമാഞ്ചം വന്നു. എന്നെയാണോ? നിങ്ങൾക്കൊന്നൊരു മാറ്റമില്ലടേ. നീ എപ്പോഴാ വന്നേ? ഹലോ ടീച്ചർ, നമസ്തേ. നമ്മുടെ ലാസ്റ്റ് വണ്ടി വന്നു. നമുക്ക് പരിപാടി തുടങ്ങല്ലേ? ഹായ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സെക്കൻഡറി യൂണിയൻ്റെ 2021 ഒത്തുകൂടലാണ്. ഈ സംഗമത്തിലേക്ക് വന്ന എല്ലാ സഹപാഠികൾക്കും പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ടീച്ചറോട് വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. ടീച്ചർ റീയൂണിയനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരെയും അറിയിച്ചതാണ്. കുറേ പേർക്ക് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് വളരെ ദുഃഖകരമാണ്. ഞാനൊരു പ്രോഗ്രാമിലാണല്ലോ. എന്നിരുന്നാലും എന്തായിരുന്നു ഇവിടെ എത്തിച്ചേർന്ന ആണോ? അവിടെ ഉള്ള ഡോക്ടേഴ്സിനും സംസാരിക്കുമോ? ടീച്ചർമാർക്കും ഒരിക്കൽ കൂടി നൊസ്റ്റുവിൻ്റെ പേരിൽ, നൊസ്റ്റു റീയൂണിയൻ്റെ പേരിൽ നമ്മൾ നന്ദി അർപ്പിക്കുന്നു. നമ്മളെ ഈ റീയൂണിയൻ്റെ പരിപാടിക്ക് ഇന്നവിടെ ഇല്ല വന്നു ചേർന്ന നമ്മളെ ടീച്ചറെ ഭാഷയിൽ ഉദ്ഘാടനം ചെയ്യാൻ ടീച്ചറെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇന്ന് വിളിച്ച റീയൂണിയനിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് താമസിച്ചു. എന്നാലും ഈ പരിപാടിയിലേക്ക് ഒരു മിനിറ്റ്. ഹലോ സിസ്റ്റർ, പറയൂ. ഞാൻ അല്പം തിരക്കിലാണ്. സർ, ഒരു ലേഡി വന്നിട്ടുണ്ട്. കുറച്ച് സിംറ്റംസ് പറയുന്നു. സർവിക്കൽ സ്ക്രീനിങ്ങിന് വന്നതാണ്. വജൈനൽ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ഫാമിലി ഹിസ്റ്ററി വല്ലതും? പ്രസന്റ് ആണ് സർ. എന്ത് വാടക? ഇന്നെങ്കിൽ നിനക്കൊന്ന് ഫ്രീ ആയിക്കൂടെ? ആരെത്ര അർജന്റ് സിസ്റ്റർ? ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. സ്ക്രീനിങ്ങിൽ സിംറ്റംസ് കണ്ടിട്ട് ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത്. പാവം, 2 ചെറിയ കുട്ടികളുള്ള. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കഴിച്ചായിരുന്നു. നീ ആ സിസ്റ്ററോട് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷൻ. എന്താണെന്നറിയില്ല. നീ വലിയ വ്ളോഗറല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? അതല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അത് പിന്നെ നീ ആ സിസ്റ്ററോട് പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എനിക്കുള്ളതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് പോവാം. പേരെന്താ? താര. വയസ്സ്? 30.
സ്തനങ്ങളിൽ മുഴയോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മുലക്കണ്ണിൽ നിന്ന് രക്തം വരിക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്തനങ്ങളുടെ ആകൃതിയിലോ വലിപ്പത്തിലോ വ്യത്യാസം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. പീരീഡ്സ് അല്ലാതെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലേ. ശാരീരിക ബന്ധത്തിന് ശേഷം എന്തെങ്കിലും ബ്ലീഡിംഗ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ദുർഗന്ധമുള്ള യോനിദ്രവം ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഭയങ്കര കൂടുതലായിട്ട് ഭയങ്കര സ്മെല്ലായിട്ട് ഉണ്ടാവാറുണ്ടോ? ഇയാൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന രീതിയിലുള്ള സ്രവങ്ങളുണ്ടോ? നമുക്കൊരു ലാബ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ സിസ്റ്റർ? ചെയ്യണോ? ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു ചെറിയ ടെസ്റ്റാണ്, ഒരുപാട് സമയം എടുക്കുന്നതോ ഒത്തിരി പെയിൻ ആവുന്നതോ അല്ല. ഒരു ടെസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, ചെയ്യാം, ടെൻഷൻ ആവേണ്ട. സിസ്റ്റർ. ഹലോ മാഡം. ഹായ് സിസ്റ്റർ, ഈ പേഷ്യൻറ്റിന് പാപ്പ് സ്മിയർ ചെയ്യാനുണ്ട്. OP-യിലേക്ക് കൊണ്ടുപോയിക്കോളൂ. വരൂ മാഡം. ഓക്കെ. വരൂ മാഡം. എടാ, റിസൾട്ടിൽ ചെറിയ വിഷയങ്ങളുണ്ട്. എന്തായാലും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാം, ടെൻഷൻ ആവണ്ട. എടാ, നീ ആ സിസ്റ്ററോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു വലിയൊരു നഷ്ടം എനിക്ക് സംഭവിക്കുമായിരുന്നു. ഞാനിതൊന്നും കേട്ടില്ലായിരുന്നെങ്കിൽ. താങ്ക്സ്. നിങ്ങൾ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നടക്കുന്ന ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ക്യാൻസർ സ്ക്രീനിങ്ങിൽ നിങ്ങളും പങ്കാളികളാകും. ക്യാൻസർ ഇല്ലെന്ന് ഉറപ്പുവരുത്താം. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാം.